കർണാടകയിൽ സർക്കാർ ബസ്സിൽ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർ അറസ്റ്റിൽ. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയാണ് ഇയാൾ യുവതിയുടെ അപമര്യാദയായി പെരുമാറിയത്. സഹയാത്രികർ പകർത്തിയ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ, എവിടെയും എങ്ങും സുരക്ഷിതയല്ല സ്ത്രീ. എന്താണ് അവിടെ ബസ്സിൽ സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ഈ കണ്ടക്ടർ ഈ യുവതിയോട് അപമര്യാദയായി പെരുമാറുന്നത്, ലൈംഗികാതിക്രമം നടത്തുന്നത്. ആ ബസ് മുടിപ്പ് സ്റ്റേറ്റ് ബാങ്ക് റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. സ്ഥിരമായ ഈ റൂട്ടിൽ വലിയ തിരക്കുള്ള റൂട്ടാണ്, ധാരാളമായി ആളുകൾ കയറുന്ന ബസ്സാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ആ ബസ്സിൽ അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്തു നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആൾ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത്. വളരെ തൊട്ടടുത്തു നിന്നാണ്. ഒപ്പം തന്നെ ഇയാൾ ഉപദ്രവിച്ച ആ സ്ത്രീയുടെ തൊട്ടപ്പുറത്തായി മറ്റൊരു യുവതി കൂടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ഇടയിൽ വെച്ചിട്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു അതിക്രമം നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ആൾ പകർത്തുന്നു. ഈ യുവതി ബസ്സിൽ കയറിയതിനു ശേഷം ഉറക്കമായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നത് കണ്ട് ഇയാൾ അടുത്തേക്ക് വരികയും ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് യുവതി അറിയാതെ ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിലൊക്കെയും സ്പർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശേഷം ഇയാൾ ഈ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. അങ്ങനെ ബുധനാഴ്ച ഉണ്ടായ സംഭവത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പതിയുന്നു. അങ്ങനെയാണ് ഈ കണ്ടക്ടർ പിടിയിലാകുന്നത്. ഇയാളുടെ പേര് പ്രദീപ് നായ്ക്കർ എന്നാണ്. ഒപ്പം തന്നെ ബഗൽകോട്ട് സ്വദേശിയാണ്. സ്ഥിരമായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ റൂട്ടിൽ തന്നെയാണ് ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. അങ്ങനെ ആണ് ഇയാൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഹീനമായ ഒരു ലൈംഗിക അതിക്രമം ഇയാൾ നടത്തുന്നത്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസ് ഇയാളുടെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ എന്തായാലും ഇപ്പോൾ കർണാടക RTCയും ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. സുഹൈൽ, വല്ലാത്തൊരു മനോവൈകൃതമാണ്. ആ ബസ്സിലെ യാത്രക്കാരുടെ കസ്റ്റോഡിയൻ കൂടിയാണ് കണ്ടക്ടർ. ആ കണ്ടക്ടറാണ് ഉറങ്ങിക്കിടക്കിയ യുവതിയോട് ഹീനമായ ലൈംഗികാതിക്രമം നടത്തിയത്. എന്തായാലും സംഭവത്തിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ബസ്സിലെ കണ്ടക്ടർ അറസ്റ്റിലായിട്ടുണ്ട്. റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.